അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി പദവി ഏറ്റെടുത്ത ട്രംപ്, ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം യഥാർത്ഥത്തിൽ ആരാണ്? വലിയ വാഗ്ദാനങ്ങൾ കൊണ്ട് ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ട്രംപ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. 78കാരനാണ് അദ്ദേഹം എന്ന് ഓർക്കണം. ഈ 78കാരൻ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? മാഗ, അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന് പറഞ്ഞാൽ, ആ എഗെയിൻ എന്ന ഉപയോഗം കൊണ്ട് എന്താ നമുക്കൊരു ഇത് തരുന്നത്? അതായത് പണ്ട് അമേരിക്ക ഗ്രേറ്റ് ആയിരുന്നു, പക്ഷെ തൽക്കാലം ഗ്രേറ്റ് അല്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തൊട്ട് മുൻഗാമിക്കിട്ട് കൊടുക്കുന്ന ഒരടിയാണ്. അതായത് അമേരിക്ക പണ്ട് ഗ്രേറ്റ് ആയിരുന്നു, ആ ഗ്രേറ്റ് അമേരിക്ക വീണ്ടും ഞാൻ ഗ്രേറ്റ് ആക്കും എന്ന് വെച്ചാൽ ഇപ്പൊ ഗ്രേറ്റ് അല്ല, തളർന്നു പോയി, അതിനെ ഞാൻ വീണ്ടും ഗ്രേറ്റ് ആക്കും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അവിടെയും തീരുന്നില്ല. അമേരിക്കയെ ഗ്രേറ്റ് ആക്കുന്നത് പോലെ തന്നെ അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊന്നാണ് മേക്ക് അമേരിക്ക റിച്ച് എഗെയിൻ. മാരിയ, അതായത് അതെന്ന് വെച്ചാല് അമേരിക്ക പണ്ട് ഭയങ്കര റിച്ച് ആയിരുന്നു, അത് പക്ഷെ തൽക്കാലം അല്ല, ഇനി വീണ്ടും ഞാൻ അതിനെ റിച്ചാക്കി മാറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രണ്ടിടത്തും ഇപ്പോ സ്ഥാനം ഒഴിഞ്ഞ, തനിക്ക് ബാറ്റൺ കൈമാറിക്കൊണ്ട് സ്ഥാനം ഒഴിഞ്ഞു പോയ ആൾക്കിട്ട് നല്ല പ്രഹരം കൊടുക്കുകയാണ്. സത്യത്തിൽ അദ്ദേഹം അങ്ങനെ പ്രഹരം ഒന്നും അർഹിക്കുന്നയാളല്ല. തരക്കേടില്ലാത്ത ഭരണം തന്നെ കാഴ്ചവെച്ച ഒരു വലിയ ശബ്ദം ഉണ്ടാക്കാത്ത ഒരു നയതന്ത്ര വൈദഗ്ധ്യമുള്ള ഒരു ഭരണകർത്താവായിരുന്നു ബൈഡൻ എന്നതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ ഇദ്ദേഹത്തെ പോലെ ഈ പൊള്ള വാഗ്ദാനങ്ങളോ കള്ളത്തരങ്ങളോ പറഞ്ഞ് മനുഷ്യരെ ആകർഷിച്ചടിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് കുറവായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഇലക്ഷന് തൊട്ട് മുൻപുള്ള പ്രസംഗങ്ങളിലും മാധ്യമങ്ങളുമായിട്ടുള്ള സമ്പർക്കങ്ങളിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. തന്നെയുമല്ല, ട്രംപിന് ഉള്ള വേറൊരു സവിശേഷത, 97 വർഷമായി ടൈം മാഗസിൻ മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം വളരെ കഷ്ടപ്പെട്ട്, അതായത് അമേരിക്കയിൽ മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം കൊടുക്കാൻ ഇഷ്ടംപോലെ പ്രഗത്ഭരുണ്ട്. നാസ തൊട്ടിങ് എല്ലാ മേഖലകളിലുമുള്ള പ്രഗത്ഭരുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നോക്കി കണ്ടുപിടിച്ച ഒരാളെ എത്തുക വലിയ ബുദ്ധിമുട്ടാണ്. അത് ഈ വർഷം 2024 മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം വളരെ എളുപ്പമാണ് ട്രംപിനെ കണ്ടെത്തി കൊടുക്കാനൊത്തു എന്നാണ് ടൈം മാഗസിന്റെ എഡിറ്റർ പറഞ്ഞത്, മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. അപ്പൊ അങ്ങനെ ചില കഴിവുകൾ ഈ ട്രംപിനുണ്ട്. ട്രംപ് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അമേരിക്കൻ ഇക്കണോമിക് ഹിസ്റ്ററി, സാമ്പത്തിക ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, അമേരിക്കൻസ് വലിയ കഠിനാധ്വാനികളായിരുന്നു. എന്ന് വെച്ചാൽ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് അടിഞ്ഞു തകർന്ന അമേരിക്കൻ ഇക്കോണമി, ആ അമേരിക്കൻ ഇക്കോണമിയെ മറ്റ് രാഷ്ട്രങ്ങളെക്കാളൊക്കെ വളരെ പെട്ടെന്നാണ് അമേരിക്കൻ ജനത കഠിനാധ്വാനത്തിലൂടെ വളർച്ചയുടെ പാതയിലേക്ക് നയിച്ചത്. അപ്പൊ ആ വളർച്ചയുടെ പാതയിലേക്ക് നയിച്ചത്, അതായത് ഏഷ്യയിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളവരുണ്ട്, അവിടെ ആഫ്രോ അമേരിക്കൻസ് ഉണ്ട്, അമേരിക്കൻസ് ഉണ്ട്. അങ്ങനെ അമേരിക്കൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്നൊക്കെ കുടിയേറിയവരാണ്, ഫ്രാൻസിൽ നിന്നും ഒക്കെ കുടിയേറി. അപ്പൊ ഈ പറയപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങളും ഒരുപോലെ കഠിനാധ്വാനം ചെയ്ത ഒരു സാമ്പത്തിക ചരിത്രമാണ് അമേരിക്കയ്ക്ക് നമ്മുടെ മുൻപിൽ നിരത്താനുള്ളത്. അങ്ങനെ ആണ്, അതായത് കഠിനാധ്വാനത്തിലൂടെയാണ് അമേരിക്ക റിച്ചായി മാറിയത്. അങ്ങനെ റിച്ചായി മാറുന്നതിന്റെ കൂട്ടത്തിലാണ് വ്യാവസായികമായ മുന്നേറ്റം, അതുപോലെ തന്നെ ടെക്നോളജിയിലുള്ള മുന്നേറ്റം. ഇപ്പൊ നമുക്കറിയാം, ലോകത്തെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ടെക്നോളജി അമേരിക്കയിലാണ്. പക്ഷെ അതിന് അമേരിക്ക മാത്രമല്ല ഉത്തരവാദി. അമേരിക്ക പക്ഷേ ഇപ്പം അവരുടെ ഇൻഫർമേഷൻ ടെക്നോളജി തന്നെ എടുക്കുകയാണെങ്കിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആകട്ടെ, അതിന്റെ തൊട്ട് താഴോട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഏത് വിഭാഗം എടുത്താൽ തന്നെയും നമുക്കറിയാം ഏറ്റവും വലിയ സിംഗിൾ കോൺട്രിബ്യൂട്ടിംഗ് രാഷ്ട്രം ഏത് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ ആയിരിക്കും. അത്രയേറെ ടെക്നോക്രാറ്റ്സ് ആണ് അമേരിക്കയുടെ ടെക്നോളജി വിഭാഗത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാര്. മലയാളികളും ധാരാളം പേരുണ്ട്. അപ്പം ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മിടുമിടുക്കരെ അങ്ങോട്ട് ആകർഷിക്കാനാണ് അവർ GRE പോലെയുള്ള പരീക്ഷകളൊക്കെ വെച്ചിരിക്കുന്നത്. ആ പരീക്ഷകളിലൂടെയാണ് H1B വിസ വഴിയായിട്ട് മിടുമിടുക്കർ അമേരിക്കയിൽ എത്തുന്നു. അങ്ങനെ എത്തുന്ന മിടുമിടുക്കർ അമേരിക്കയിൽ തന്നെ സെറ്റിൽ ചെയ്യത്തക്ക രീതിയിലുള്ള
ശമ്പളവും ജോലിയും സൗകര്യങ്ങളും കൊടുക്കാനും അമേരിക്ക എപ്പോഴും ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ലോകത്തെവിടെയുമുള്ള ബുദ്ധിവൈഭവം അവർക്ക് പ്രയോജനപ്പെടുത്തണം. അങ്ങനെയാണ് അവരുടെ ടെക്നോളജി രംഗത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആ ഒന്നാം സ്ഥാനത്തോടാണ് ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ അസൂയയുള്ളത്. ആ ഒന്നാം സ്ഥാനം പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ചൈന എല്ലാ കാലത്തും അമേരിക്കയിൽ കളിച്ചിട്ടുള്ളത്. അതായത് ചൈനീസ് ടെക്നോക്രാറ്റ്സ് അമേരിക്കയിൽ വർക്ക് ചെയ്യുമ്പോൾ അവരെ ചൈനക്കാർ തിരിച്ച് അതായത് അവരുടെ കൈവശമുള്ള ടെക്നോളജി അതുപോലെ ചൈനയ്ക്ക് പകർന്നു കൊടുക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ചൈന സൃഷ്ടിക്കുന്നു. അങ്ങനെയാണ് അമേരിക്കയിലേക്ക് ചൈന കൊണ്ടുപോകുന്ന ടെക്നോളജി മാത്രമല്ല, അമേരിക്കയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും അല്ലാതെ സ്വതസിദ്ധമായും വളർന്നു വരുന്ന ടെക്നോളജിയെയും അങ്ങ് കൊണ്ടുപോയി ചൈനയിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ ചൈനയെ ഒന്നാം ടെക്നോളജി രാജ്യമാക്കി മാറ്റുക, അതാണ് ചൈനയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് പക്ഷേ ട്രംപ് അംഗീകരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിലല്ല. അതിനെതിരെ ട്രംപ് മാത്രമല്ല, ബൈഡനും മറ്റെല്ലാ പ്രസിഡന്റുമാരും അങ്ങനെയുള്ള കളികൾക്ക് എതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുള്ള പ്രസിഡന്റുമാരാണ്. അപ്പൊ നമുക്ക് നോക്കാം ഈ ട്രംപിനെ പറ്റി. എല്ലാവർക്കും, അതായത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രഗത്ഭനായ അമേരിക്കക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ടു 2024 അങ്ങനെയൊക്കെയുള്ള ഈ ട്രംപ് എന്തൊക്കെയാണ് ട്രംപിനെ ലോകം ഒരു വലിയ ഭാഗം രാജ്യങ്ങളും കുറച്ച് ഒരു ഭയത്തോടെയാണ്. കാരണം അദ്ദേഹം ഒരുപാട് ഭീഷണികളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രൊപ്പഗാൻഡയുടെ വേളയിൽ. എന്തൊക്കെ ഇലക്ഷൻസ് ആണ്? അതായത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിൽ നികുതി ഈടാക്കുന്ന, ചുങ്കം ഈടാക്കുന്ന രാജ്യങ്ങളിൽ അതിനേക്കാൾ വലിയ, അതിന്റെ ഇരട്ടി ചുങ്കം തിരിച്ച് അങ്ങോട്ട് കയറ്റി അയക്കുന്ന വസ്തുക്കളിൽ ഞങ്ങൾ ഈടാക്കും. അതാണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ പല തരത്തിലുള്ള ഭീഷണിയുടെ സ്വരത്തിലാണ് അദ്ദേഹം എപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് ഭരണത്തിൽ വന്ന സമയത്ത് തന്നെ ഇന്ത്യയെ ചുങ്കരാജാവ് എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നത്. എന്താണ് ചുങ്കരാജാവ് എന്നൊക്കെ പറയാൻ കാരണം? 12 ലക്ഷമോ അതിലധികമോ വിലയുള്ള ഹാർലി ഡേവിഡ്സണോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു ബൈക്ക്, ആ ബൈക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നു. ഇവിടുത്തെ യുവാക്കളുടെ ഹരമായിരുന്നു. അപ്പൊ അതിന്റെ ഇറക്കുമതി കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ് അതിൽ വലിയ കസ്റ്റംസ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്തു. അപ്പോഴാണ് ചുങ്കരാജാവ് എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇപ്പോ ആ ബൈക്ക് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും വലിയ തോതിൽ ഇറക്കുമതി ചുങ്കം ചുമത്തി ഇന്ത്യയെ പ്രശ്നത്തിലാക്കാൻ സാധ്യതയുള്ള ഒരാളാണ് ട്രംപ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും ട്രംപ് 2 വട്ടം ആലോചിക്കും. എന്തുകൊണ്ടാണ് ട്രംപ് 2 വട്ടം ആലോചിക്കുമെന്ന് ഞാൻ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം, ലോകത്തിലെ 1ാമത്തെ പോപ്പുലേഷനാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ വിപണി. ഒറ്റ വിപണി എടുത്താല് അങ്ങനെയുള്ള ഒറ്റ വിപണി, ഈ ഒറ്റ വിപണിയിൽ തന്നെ ഇൻകത്തിന്റെ ഗ്രോത്ത്, അതായത് ഇൻകം ഇനീക്വാളിറ്റി, അസമത്വം വളരുകയാണ്. അസമത്വം വളരുക എന്ന് പറഞ്ഞാല് ഒരു കൂട്ടർ ദാരിദ്ര്യത്തിലേക്ക് കൂടുതലായിട്ട് മൂക്കുകുത്തുന്ന മുങ്ങിപ്പോകുന്ന സമയത്ത് വേറൊരു കൂട്ടർ, അതായത് നേരത്തെ മിഡിൽ ഇൻകംകാരൊക്കെ ആയിരുന്നവർ അപ്പർ മിഡിൽ ഇൻകം, അതിനേക്കാൾ മുകളിലേക്ക് ഒക്കെ ആയിട്ട് വലിയ ധനിക ശ്രേണിയിലേക്ക് വരുന്നു. ഈ ധനിക ശ്രേണിയിലേക്ക് വരുന്നവർക്ക് FMCG, അതായത് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, ഡ്യൂറബിൾ വലിയ വിലയുള്ള കൺസ്യൂമർ ഗുഡ്സ്, മോട്ടോർ വെഹിക്കിൾസ് അടക്കമുള്ളതിനൊക്കെ എല്ലാം വലിയ ഡിമാൻഡ് വരും. അപ്പൊ അങ്ങനെ ഇന്ത്യ ഒരു വലിയ വിപണിയായി അമേരിക്കയ്ക്ക് മാറ്റിയെടുക്കാം. ഇപ്പോഴും അങ്ങനെയാണ്, മാറ്റിയെടുക്കാം എന്ന ധാരണയുണ്ട്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷന്റെ ഉടമയായ ഇന്ത്യയെ ഒരു കാരണവശാലും പിണക്കുകയില്ല. പക്ഷെ അത്രയധികം തോളയിൽ എടുത്തു വെച്ച് ഇണക്കുകയുമില്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ വിദേശകാര്യമന്ത്രിയെ അങ്ങോട്ട് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് ക്ഷണിച്ചിട്ടും നമ്മുടെ പ്രധാനമന്ത്രി കാത്തിരുന്നിട്ടും ആ ക്ഷണം അദ്ദേഹത്തിന് കിട്ടാതെ പോയത്. അപ്പോ ഒരു നിലയ്ക്ക് നിർത്താം എന്ന് മാത്രം, ചേർത്ത് നിർത്തുന്നില്ല, എന്നാൽ അകറ്റിക്കളയുന്നുമില്ല. അങ്ങനെ നിർത്തുക, അത് മാത്രമാണ് ഉദ്ദേശം. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഏറ്റവും വലിയ ബയറാണ് അമേരിക്ക. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് നമ്മുടെ കയറ്റുമതി, ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രം എന്ന് ചോദിച്ചാൽ അത്
അമേരിക്കയാണ്. അത് കഴിഞ്ഞാണ് സൗദി അറേബ്യയും മറ്റു രാജ്യങ്ങളും ഒക്കെ വരുന്നത്, യൂറോപ്പും ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് അമേരിക്കയെ നമുക്കും പിണക്കാൻ ഒക്കില്ല, നമ്മുടെ വലിയ കയറ്റുമതി രാജ്യമായതുകൊണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ പറയപ്പെട്ട നികുതി ചുങ്ക രാജാവായിട്ട് ഇന്ത്യക്ക് ഇരിക്കാനൊക്കില്ല. അതേ സമയത്ത് ഒരു പക്ഷെ ട്രംപിന് കുറച്ചും കൂടി ചുങ്ക രാജാവായിട്ട് ശോഭിക്കാൻ കഴിയും. കാരണം ഇന്ത്യ വലിയ വിപണിയാണ്, ഇങ്ങോട്ട് അവർക്ക് നല്ലോണം എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വലിയ ബയറാണ് അദ്ദേഹം, അമേരിക്ക എന്നതുകൊണ്ടാണ് ഇന്ത്യക്ക് പരിമിതികളുള്ളത്. വലിയ തോതിൽ ചുങ്കം വർദ്ധിപ്പിച്ചാൽ അവരുടെ ബൈങ് കുറയുമ്പോഴേക്കും നമ്മുടെ മാർക്കറ്റാണ് നഷ്ടപ്പെടുക. അപ്പൊ അങ്ങനെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ വലിയ ആവശ്യമാണ്. ഇങ്ങനെ ഒരു വാണിജ്യ യുദ്ധം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തെയാണ് ഞാൻ ചുങ്കത്തിന്റെ കാര്യത്തിൽ പരസ്പര ധാരണയോടുകൂടി മുൻപോട്ട് പോകേണ്ടി വരും. ഒരു പക്ഷേ നാം ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ പലതിൻ്റെയും ചുങ്കം, അതായത് കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചുകൂടി ഉയർന്നു എന്ന് വരാം. പക്ഷേ വലിയ തോതിൽ ആക്രമണം നടത്താനായിട്ട് ട്രംപ് ശ്രമിക്കുകയില്ല. കാരണം ട്രംപ് ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ട്. അതിന്റെ പേരിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. പിന്നെ അതുപോലെ തന്നെ അതേ സമയത്ത് ഒരു യുദ്ധം, അതായത് ഒരു വാണിജ്യ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആ വാണിജ്യ യുദ്ധം കൂടുതലും ചൈനയുമായിട്ടാകും ഉണ്ടാകാൻ സാധ്യത. കാരണം ചൈന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അമേരിക്കയെ ടെക്നോളജിയുടെ പേരിൽ 2ാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ചൈനയ്ക്ക് 1ാം സ്ഥാനത്തേക്ക് വരണമെന്ന് ദശാബ്ദങ്ങളായി മോഹം കൊണ്ട് നടക്കുകയാണ്. അപ്പം അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള പാര പണിയാനും ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരുടെ ടെക്നോളജി മോഷ്ടിക്കുക എന്ന് വെച്ചാൽ ചൈന അങ്ങോട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുചെല്ലുന്ന ടെക്നോളജിയേക്കാൾ കൂടുതലാണ് അമേരിക്കയിൽ നിന്ന് ചൈന പകർത്തിക്കൊണ്ടുപോകുന്ന ടെക്നോളജി. അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ അതിമിടുക്കരാണ് സുന്ദർ പിച്ചൈ, അങ്ങനെയൊക്കെയുള്ളവരെ നമുക്കറിയാം. ഇവരൊക്കെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളവരാണ്. അപ്പൊ ഇന്ത്യയിലെ ബഹുമിടുക്കന്മാര് നമുക്കറിയാം. ഇന്ത്യയിലെ ആരൊക്കെ നോബൽ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടോ ശാസ്ത്രത്തിന്, അതൊക്കെ അമേരിക്കയിൽ പോയി വർക്ക് ചെയ്തിട്ടാണ് അവർ നോബൽ പ്രൈസ് വാങ്ങിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് വർക്ക് ചെയ്തിട്ടല്ല, യൂറോപ്പിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുമല്ല. അപ്പം അങ്ങനെ ഈ നോബൽ പ്രൈസ് ഒക്കെ വാങ്ങുന്ന ഇന്ത്യക്കാരും അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നോബൽ പ്രൈസ് വിന്നേഴ്സിൽ അധികം പേരും വർക്ക് ചെയ്യുന്നത് US-ലാണ്. എന്ന് വെച്ചാൽ ആ ടെക്നോളജി ഒക്കെ അവരാണ് പ്രയോജനപ്പെടുന്നത്. ഇത്തരം ടെക്നോളജി ഒക്കെ സ്വന്തമാക്കണം ആരും അറിയാതെ എന്ന് വിചാരിക്കുന്ന ചൈന, ആ ചൈനയുടെ പേരിൽ 60% വരെ ചുങ്കം വർദ്ധിപ്പിക്കും എന്നാണ് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ അത് ശരിയായിരിക്കാം. പക്ഷെ അതേ സമയത്ത് തന്നെ ചൈന 2ാമത്തെ വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ്. അതുകൊണ്ട് ചൈനയോടും, അതായത് ചൈന വളരെ ചീപ്പ് റേറ്റിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അമേരിക്കയിലേക്ക് ഡംപ് ചെയ്യുക എന്ന് വെച്ചാൽ ആവശ്യത്തിൽ വില കുറച്ച് എല്ലാവരെയും ആകർഷിക്കത്തക്ക രീതിയിൽ ത്രോ എവേ പ്രൈസിന് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ത്രോ എവേ ഉൽപ്പന്നങ്ങളാണ്, ത്രോ എവേ പ്രൈസുമാണ്. അങ്ങനെ ഉൽപ്പാദിപ്പിച്ച് അമേരിക്കൻ വിപണി പിടിച്ചടക്കുന്ന തന്ത്രം എപ്പോഴും കൈയാളുന്ന രാജ്യമാണ് ചൈന. അപ്പൊ ആ ചൈനയോട് തീർച്ചയായിട്ടും ഉള്ളിന്റെ ഉള്ളില് ട്രംപിന് മാത്രമല്ല അമേരിക്കയിലെ എല്ലാ വ്യവസായികൾക്കും തന്നെ വിരോധം കാണും, വിപണി മുഴുവൻ പിടിച്ചെടുക്കുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പം അതിന് പകരം ചൈനയെ വലിയ തരത്തിൽ ചുങ്കം, ചൈനയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളിലൊക്കെ 60%-മോ അതിലുപരിയോ ഒക്കെ ചുങ്കം ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, ചൈനയ്ക്ക് എത്ര ശ്രമിച്ചാലും അമേരിക്കയെ ഉടനൊന്നും മറികടക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ട്? ഇപ്പോൾ US ആണ് ഒന്നാമത്തെ, അതായത് ട്രംപ് പറയുകയുണ്ടായല്ലോ 1ാമത്തെ വികസന രാജ്യമാക്കുമെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും ഉയർന്ന GDP-യുടെ ഉടമയാണ് അമേരിക്ക. $28 ട്രില്യൺ അവരുടെ GDP. അത് പെർ ക്യാപിറ്റ ഇൻകമായിട്ട് വരുമ്പോഴോ 33.3 കോടി ജനം മാത്രമുള്ള അമേരിക്കയിൽ ഈ $28 ട്രില്യൺ പെർ ക്യാപിറ്റ ഇൻകമാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ $76,000 പെർ ക്യാപിറ്റ ഇൻകം. നോക്കണേ, ഇന്ത്യക്കാണെങ്കിൽ $2,500 ആണെന്ന് ഓർക്കണം പെർ ക്യാപിറ്റ ഇൻകം. ചൈനയ്ക്കാണെങ്കിൽ $12,000. അപ്പോൾ ഈ $12,000 പെർ ക്യാപിറ്റ ഇൻകത്തിൽ നിൽക്കുന്ന ചൈന എത്ര കുതിച്ചു ചാടിയാലും $76,000 എത്തണമെങ്കിൽ കാലമേറെ പിടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതൊരു മാജിക് ലാമ്പ് ഒന്നും അല്ലല്ലോ പെട്ടെന്ന് GDP വർദ്ധിപ്പിച്ച് ഉയരത്തിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പം ട്രംപ് ഇങ്ങനെ മേക്ക് അമേരിക്ക റിച്ച്
എന്ന് പറയുന്നതിന് മുൻപ് തന്നെ അമേരിക്ക റിച്ച് ആണ്, അമേരിക്ക റിച്ച് എന്നല്ല, അമേരിക്ക ഈസ് ദ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ അത്തരം ഒരു കോണ്ടെക്സ്റ്റിൽ കോൺഫിഡൻസോട് കൂടിയാണ് ട്രംപ് ഇത് പറയുന്നത്. അതായത് ബൈഡനെ ഇകഴ്ത്താൻ വേണ്ടിയാണ് ട്രംപ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് എങ്കിലും അമേരിക്ക നമുക്ക് കണക്കുകൾ വെച്ച് അറിയാം, അമേരിക്ക റിച്ചസ്റ്റ് കൺട്രി ആയിട്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള രാജ്യമാണ്. ഇനി അമേരിക്കയെ മറികടക്കാൻ അത്ര എളുപ്പം മറ്റൊരു രാജ്യത്തിനും കഴിയുകയില്ല എന്നും അറിയാം. അപ്പം അത്തരം ഒരു സാഹചര്യത്തില് പിന്നെ അമേരിക്കയ്ക്ക് ഒരുപാട് കോളിളക്കങ്ങൾ വിവിധ മേഖലകളിൽ സൃഷ്ടിക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒന്ന് പോകാം. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ ഉയർന്ന വിലക്കയറ്റം കാരണം ഫെഡറൽ റിസർവ് സിസ്റ്റം റിസർവ് റേഷ്യോ, റീപ്പോ റേറ്റ്, അതായത് അവരുടെ റിസർവ് റേഷ്യോ ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കാതിരിക്കുകയായിരുന്നു. ഫെഡറൽ റിസർവ് സിസ്റ്റം റേറ്റ് വർദ്ധിപ്പിച്ചതോടുകൂടി എന്താ സംഭവിച്ചത്? ആഗോള ഓഹരി വിപണിയിൽ നിന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE ഇവിടെ നിന്നൊക്കെ വലിയ തോതില് മൂലധനം, ഓഹരികളിൽ നിക്ഷേപിച്ചിരുന്ന മൂലധനം ഒന്നുകിൽ അമേരിക്കൻ ഡോളറിലേക്ക്, ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ ഡോളറിലേക്ക് മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അപ്പൊ അങ്ങനെ അമേരിക്ക റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഡോളറിൽ നിക്ഷേപിക്കുന്നത് മറ്റെവിടെ നിക്ഷേപിക്കുന്നതിനേക്കാളും നല്ലതാണ്, ആദായകരമാണ് എന്ന് വരും. അതുകൊണ്ടാണ് ഇന്ത്യൻ ഓഹരി വിപണി, അതുപോലെ ലോകത്ത് മറ്റേതൊരു ഓഹരി വിപണിയിൽ നിന്നും ഓഹരിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന മൂലധനം നേരെ അമേരിക്കൻ ഡോളറിലേക്ക് അല്ലെങ്കിൽ അമേരിക്കൻ ഓഹരി കമ്പോളത്തിലേക്ക് ഒഴുകുന്നത്. അപ്പം അത്തരം ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളെ, അതായത് ഓഹരി വിപണിയിൽ പണം ഇറക്കുന്ന എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഒക്കെ ഈ തരത്തിലുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ട്രംപ് ഭരണത്തിൽ എത്തിയത് കൊണ്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് നാളത്തേക്കെങ്കിലും, അതായത് ട്രംപിന്റെ ഭരണം എന്ന് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം വരെയെങ്കിലും ചാഞ്ചാട്ടം, സ്റ്റോക്ക് മാർക്കറ്റിലെ ചാഞ്ചാട്ടം തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ സ്വർണ്ണ വിപണി, സ്വർണത്തിന്റെ വില കുറച്ച് താഴേക്ക് പോയതായിരുന്നു. അതായത് കുറച്ച് താഴേക്ക് പോയത് ട്രംപ് ഭരണത്തിൽ വരുന്നു എന്നറിഞ്ഞപ്പോഴായിരുന്നു സ്വർണത്തിന്റെ വില കുറച്ച് താഴേക്ക് പോയത്. ഭരണത്തിൽ വരുന്നു എന്നറിയുക മാത്രമല്ല, ഫെഡറൽ റിസർവ് സിസ്റ്റം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചു. അമേരിക്കയിലെ വില നിലവാരങ്ങൾ താഴേക്ക്, അതായത് വലിയ ഉയർന്ന വില നിലവാരം, ഉപഭോക്തൃ വില നിലവാരം നിലനിന്ന അമേരിക്കയിൽ ഉപഭോക്തൃ വിലകൾ താഴേക്ക് വന്നപ്പോഴാണ് ഫെഡറൽ റിസർവ് സിസ്റ്റം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചത്. അതിന്റെ ഈ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് സംഭവിച്ചു? സ്വർണത്തിന്റെ വില ഇടിഞ്ഞു. ഓഹരി മാർക്കറ്റിലെ വലിയ ഒഴുക്ക്, ഇന്ത്യൻ വിവിധ ഓഹരി കമ്പോളങ്ങളിൽ നിന്ന് അമേരിക്കൻ ഓഹരി കമ്പോളത്തിലേക്കുള്ള വലിയ ഒഴുക്കുണ്ടായി. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ട്രംപ് ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും സ്വർണത്തിന്റെ വില കുറച്ച് ഉയർന്നിരിക്കുകയാണ്. അത് കുറച്ച് ഉയർന്നിരിക്കാൻ കാരണം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആദിയിലാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും, എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും, സ്വർണ്ണ വിപണിയും അങ്ങനെ തന്നെ. അപ്പം ട്രംപ് ഭരണത്തിൽ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ട്രംപിന്റെ ട്രെൻഡ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഇടപെടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും വിപണി സ്റ്റെബിലൈസ്ഡ് ആകും. അതുവരെ ഇത്തരം ചാഞ്ചാട്ടങ്ങൾ, സ്വർണത്തിന്റെ വിലയിലാണെങ്കിലും ഓഹരി വിപണിയിലാണെങ്കിലും ചാഞ്ചാട്ടങ്ങൾ നാം കണ്ടുകൊണ്ടേയിരിക്കും. പിന്നെ പലർക്കും സംശയമുള്ളത്, ട്രംപിന്റെ വരവോടുകൂടി നമ്മുടെ H1B വിസ അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം H1B വിസ വഴിയായിട്ടാണ് അമേരിക്ക ലോകത്തെ ബുദ്ധിയെ മുഴുവനും അമേരിക്കയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സോഴ്സ് ആയിട്ട്, ഒരു മാഗ്നറ്റ് ആയിട്ടാണ് അമേരിക്ക H1B വിസയെ കൊണ്ടു നടക്കുന്നത്. അപ്പം അതായത് പിന്നെ GRE പരീക്ഷയൊക്കെ എഴുതി ഏത് രാജ്യത്തു നിന്നാണെങ്കിലും അമേരിക്കയിലേക്ക് പഠിക്കാൻ വരാം. പക്ഷെ GREയിൽ നല്ല സ്കോർ കിട്ടണം എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ളവർക്ക് തന്നെ പറ്റൂ. അല്ലെങ്കിൽ ഇപ്പൊ മെഡിക്കൽ ഇതിനാണെങ്കിൽ ഫ്ലാബ് പരീക്ഷ, അങ്ങനെ ഏത് തരത്തിലും ക്വാളിറ്റി തെളിയിച്ചു കഴിഞ്ഞ് മാത്രമാണ് അമേരിക്കയിലേക്ക് H1B വിസ വഴിയായിട്ട് പഠനത്തിന് എത്താൻ നോക്കുക. അങ്ങനെ എത്തുന്നവര് നല്ല നിലയിൽ
അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവരെ അവിടെ പിടിച്ചു നിർത്തും അമേരിക്ക. ഉയർന്ന വേതനം നൽകി. ഉയർന്ന വേതനം എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ ഉയർന്ന വേതനം എന്ന് കരുതരുത്. അമേരിക്കക്കാരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വേതനം അത്ര വലുതായിരിക്കത്തില്ല. പക്ഷെ സ്വന്തം നാട്ടിലേക്ക് ചെന്നാൽ കിട്ടുന്ന വേതനത്തെക്കാൾ വളരെ ഉയർന്ന വേതനമാണ് അവിടെ കിട്ടുക. അങ്ങനെ അവിടെ അവരെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈവൻ പ്രൊഫസർമാർ വരെ, ഇപ്പോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ തന്നെ പറയാറുണ്ട്, അവരുടെ പ്രൊഫസേഴ്സ് തന്നെ അവരെ നിർബന്ധിക്കും, കുറച്ചു നാൾ ഇവിടെ ജോലി ചെയ്തിട്ട് തിരിച്ചു പോയാൽ മതി എന്നും പറഞ്ഞ്. എന്താ കുറച്ചു നാൾ ഇവിടെ ജോലി ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നത്? കുറച്ചു നാൾ ജോലി ചെയ്യുന്നവർ പിന്നെ അമേരിക്ക വിട്ടു പോരില്ല. കാരണം എന്താണ്? അമേരിക്കയുടെ ആ വർക്ക് കൾച്ചർ അങ്ങനെയാണ്, തൊഴിൽ സംസ്കാരം അങ്ങനെയാണ്. ക്വാളിറ്റി, നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ആ വ്യക്തിക്ക്, ആ ക്വാളിറ്റിക്ക്, ആ എഫിഷ്യൻസിക്ക് ഇൻക്രിമെന്റ് കിട്ടുന്നു, പ്രൊമോഷൻ കിട്ടുന്നു. അതാണല്ലോ നന്നായി പഠിച്ചു വരുന്ന ഒരു ആൾക്ക്, ഒരു വ്യക്തിക്ക് വേണ്ടത്. അപ്പൊ അതൊക്കെ തന്നെയാണ് അമേരിക്കയിൽ ലഭ്യമായ ഒരു വർക്ക് കൾച്ചർ. ആ കൾച്ചർ അനുഭവിക്കാൻ തുടങ്ങിയാൽ വിട്ടുപോരാൻ താല്പര്യം കാണിക്കില്ല. അപ്പൊ അങ്ങനെ ഈ H-1B വിസയിലൊക്കെ പഠിച്ചവര്, അങ്ങനെയുള്ളവര്, എന്താണ് സിറ്റിസൺഷിപ്പ് എടുത്തവര്, അങ്ങനെയുള്ളവർക്കൊന്നും ഒരു കാരണവശാലും ട്രംപിന്റെ ഭരണം ഒരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കുകയില്ല. പിന്നെ അവിടെ ഈ H-1B വിസയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്ക്, അതായത് ജന്മം കൊണ്ട് തന്നെ സിറ്റിസൺഷിപ്പ് എന്ന ഒരു ഉറപ്പ് അത് ഉണ്ടായിരുന്നു അമേരിക്കയിൽ. പക്ഷെ അതിനി ഉണ്ടാവുകയില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനധികൃത കുടിയേറ്റക്കാരാണെങ്കിലും അമേരിക്കൻ മണ്ണിൽ ജനിച്ചു പിറന്നു വീണു എന്നുണ്ടെങ്കിൽ അമേരിക്കക്കാരനായി മാറുന്ന രീതി അത് അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അനധികൃത കുടിയേറ്റം മെക്സിക്കോയിൽ നിന്നും മറ്റതുപോലെയുള്ള പിന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് തന്നെ ധാരാളം അനധികൃത കുടിയേറ്റങ്ങൾ അമേരിക്കയിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അത് അധികവും പഞ്ചാബ്, ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കേരളത്തിൽ നിന്നൊക്കെ GRE എഴുതിയൊക്കെ ക്വാളിറ്റി തെളിയിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികളല്ലാതെ അനധികൃത കുടിയേറ്റം അധികമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ചുരുക്കമായിട്ടേ കാണുകയുള്ളൂ. അനധികൃത കുടിയേറ്റം മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. അനധികൃത കുടിയേറ്റക്കാർക്ക് ഈ അമേരിക്കയിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം സിറ്റിസൺഷിപ്പ്, അമേരിക്കൻ പൗരത്വം നൽകുകയില്ല എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല. കാരണം നിയമപരമായിട്ട് അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ളവരുടെ കുട്ടികൾക്ക് മാത്രമേ അവിടെ ജനിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ സിറ്റിസൺഷിപ്പ് അർഹതയുള്ളൂ. അത് അങ്ങനെ ട്രംപ് പറയുന്നു, അത് പ്രാക്ടീസ് ചെയ്യുമെന്ന്. എന്നാൽ ഒരു പക്ഷേ ഇപ്പൊ അമേരിക്കൻ സിറ്റിസൺസ് ആയിട്ടിരിക്കുന്ന ഒരുപാട് പേര് അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ളവരുടെ മക്കള് അവരൊക്കെ തിരിച്ചു പോകേണ്ടി വരും. അതിനാണല്ലോ മെക്സിക്കൻ ഭാഗത്തൊക്കെ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അങ്ങനെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തും. അതിന് തീർച്ചയായിട്ടും വളരെ ശക്തമായ രീതിയിൽ അത്തരം പ്രശ്നങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കും. അത് ഒരു പക്ഷേ ഈ ഇത്തരം പ്രഖ്യാപനങ്ങൾ തന്നെ അദ്ദേഹത്തിന് വിജയസാധ്യത ഉറപ്പാക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. അതായത് അമേരിക്ക ഫസ്റ്റ്. അദ്ദേഹം എപ്പോഴും പറയാറില്ല, ട്രംപ് പലപ്പോഴും ഡംബ് പൊട്ടിക്കാറുള്ള കാര്യമാണ് അമേരിക്ക ഫസ്റ്റ്. ഓക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ GDP ഉള്ള, ഏറ്റവും ഉയർന്ന GDP ഉള്ള രാജ്യം, ഏറ്റവും ഉയർന്ന പെർ ക്യാപിറ്റ ഇൻകം ഉള്ള രാജ്യം. ശരി തന്നെ. പക്ഷേ അതുകൊണ്ട് മാത്രം അമേരിക്ക ഫസ്റ്റ്, അതായത് ഒരു പക്ഷേ ഏത് പൗരനാണെങ്കിലും എൻ്റെ രാജ്യം ഒന്നാമത്, ഇപ്പൊ ഇന്ത്യ ഫസ്റ്റ്, അതാണ് നമ്മുടെ പ്രിഫറൻസ്, ഇന്ത്യക്കാണ് ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ ഓരോ രാജ്യക്കാരനും അവനവന്റെ രാജ്യത്തിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഒരു തെറ്റായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയില്ല. ട്രംപ് ഈസ് ആൻ അമേരിക്കൻ, സോ അമേരിക്ക ഈസ് ഫസ്റ്റ് ഫോർ ഹിം. അത് നമ്മൾ ആരും പറയുന്നത് പോലെ തന്നെ. അപ്പൊ അങ്ങനെ ഒക്കെ എടുത്തു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കുടിയേറ്റക്കാര് അതായത് നിയമപരമായി വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ തൊഴിലിനു വേണ്ടിയോ അമേരിക്കയിലേക്ക് നിയമപരമായിട്ട് കുടിയേറേണ്ടവർക്ക് ഒരു പ്രശ്നവുമില്ല. ഇനിയാണെങ്കിലും അത് അത്യാവശ്യമായിട്ട് വരും. അതായത് ഈ H-1B വിസയുടെ കാര്യം തന്നെ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ലോകത്തെ ഏറ്റവും മിടുക്കരെ അമേരിക്കയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് ജോർജ് ബുഷ് സീനിയർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 1990 H-1B വിസ സമ്പ്രദായം കൊണ്ടുവന്നത്. അങ്ങനെ അതായത് ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യവിഭവത്തെ അമേരിക്കയിലേക്ക് ആകർഷിക്കുക, അതായിരുന്നു ഉദ്ദേശം.
അപ്പൊ അങ്ങനെ H1B വിസ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു വർഷം 1,95,000 H1B വിസ വരെ കൊടുത്ത വർഷങ്ങളുണ്ട്. പക്ഷെ പിന്നീട് അത് കുറച്ച് നിജപ്പെടുത്തി താഴേക്ക് കൊണ്ടുവന്നു 65,000 വിസ ഒരു വർഷം എന്ന രീതിയിലാക്കി അത് നിജപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ഇപ്പോഴും അത് തന്നെയാണ് തുടരുന്നത്. ഇതിൽ നിന്ന് മാറ്റം വരുത്താൻ ട്രംപ് ശ്രമിക്കാൻ സാധ്യതയില്ല. കാരണം US ലേബർ ബ്യൂറോ പ്രതീക്ഷിക്കുന്നതും പുറത്തുവിട്ടിരിക്കുന്നതുമായ കണക്ക് 2026 12 ലക്ഷം വിദഗ്ധ തൊഴിലാളികളുടെ വേക്കൻസീസ് ആവശ്യം അമേരിക്കയിൽ ഉണ്ടാകും എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് H1B വിസ നിയന്ത്രിക്കാനോ നിരാകരിക്കാനോ സാധിക്കുക ട്രംപിന്? അത് മാത്രവുമല്ല, 2019-2029 കാലത്ത് 8 ലക്ഷത്തോളം സ്റ്റെം ജോലികൾ എന്ന് പറഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഈ 4 മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരാവുന്ന തൊഴിലാണ് 2019-2029 കാലത്ത് 8 ലക്ഷത്തോളം തൊഴിലുകൾ. അത്തരം തൊഴിലുകൾക്ക് അമേരിക്കക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണ്? അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർ പഠിക്കാൻ പോകുന്നത്. അത് സ്റ്റെം ആകണം, അതായത് സയൻസോ ടെക്നോളജിയോ എഞ്ചിനീയറിങ്ങോ മാത്തമാറ്റിക്സോ ആകണമെന്നില്ല. അപ്പം എവിടെ പോകും ഈ സ്റ്റെം ആവശ്യപ്പെടുന്ന അത്രയും? അതായത് 8 ലക്ഷത്തോളം സ്റ്റെം തൊഴിലാളികൾ, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഇതൊക്കെ തന്നെ വലിയ നിലവാരത്തിൽ പഠിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള 8 ലക്ഷത്തോളം പേര്. അതിനു വേണ്ടി അമേരിക്കയിൽ കിട്ടത്തില്ല. കാരണം അമേരിക്കക്കാര് അവിടുത്തെ ആ റിക്വയർമെന്റിന് അനുസരിച്ച് ആ എഞ്ചിനീയറിംഗിന് പോയാൽ ജോലി കിട്ടും, എന്നാൽ എഞ്ചിനീയറിംഗിന് പോകാം എന്ന് പറഞ്ഞു പോകുന്നവരല്ല. അവർക്ക് ഇഷ്ടമുള്ളതിന് മാത്രം ഏതിന് പോയാലും അമേരിക്കയിൽ ജോലിയുണ്ട്, ജീവിക്കാം എന്ന ഒരു ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ളതാണ് പഠിക്കാൻ പോവുക, അല്ലാതെ അമേരിക്കയ്ക്ക് ആവശ്യമുള്ളതിനല്ല അവർ പഠിക്കാൻ പോകുന്നത്. ആ സാഹചര്യത്തിലും H1B വിസ, അതായത് ഈ സ്റ്റെം റിക്വയർമെന്റ് 8 ലക്ഷത്തോളം വരും. അതുകൊണ്ടും H1B വിസയുടെ കാര്യത്തില് വലിയ ഇടിവൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് അർത്ഥം. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു കാര്യം, ഈ H1B വിസയില് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ടുവന്നാൽ സ്വകാര്യ വ്യവസായികൾ അവരാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത്. എന്തിനാണ് അവര് H1B വിസ വഴിയുള്ള ജോലിക്കാരെ ആഗ്രഹിക്കുന്നത്? അമേരിക്കക്കാരെ തൊഴിലിന് എടുത്താല് ഉയർന്ന വേതനം കൊടുക്കണം. അപ്പൊ കുറച്ചുകൂടി കുറഞ്ഞ, ഒരുപക്ഷെ പകുതി വേതനത്തിന് ജോലി ചെയ്യുന്ന നോൺ അമേരിക്കൻസിന് കിട്ടും H1B വിസ ഇഷ്ടം പോലെ കൊടുക്കുകയാണെങ്കിൽ. ആ സാധ്യതയ്ക്ക് ഒരു മങ്ങലേറ്റേക്കാം. കാരണം H1B വിസയിൽ നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങനെ സ്വകാര്യ മേഖലയിലേക്ക് വേതനം കുറച്ച് തൊഴിലാളികളെ കിട്ടണം, മിടുമിടുക്കരായ തൊഴിലാളികളെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന സ്വകാര്യ വ്യവസായികൾക്ക് ഒരു പക്ഷേ പ്രശ്നം ഉണ്ടായേക്കാം. അല്ലാത്ത പക്ഷം H1B വിസയിൽ വലിയ മാറ്റം വരുത്തുമെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല, ടെക്നോളജിക്ക് ട്രംപ് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ എലൻ മസ്ക് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെയാണല്ലോ ഇന്ത്യക്കാരായ സത്യ നദല്ല, സുന്ദർ പിച്ചൈ, അതുപോലെ എത്രയെത്ര പ്രഗത്ഭരായ ഇന്ത്യക്കാർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും അതുപോലെ ടെക്നോളജി മേഖലയിലുമൊക്കെ ട്രംപിന്റെ തന്നെ വലം കൈയായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് മാത്രവുമല്ല, എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് അത് വളരെ പുതുമയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ഒരു പക്ഷേ എലൻ മസ്കിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഉപദേശപ്രകാരമായിരിക്കാം ട്രംപിന് തോന്നിയത് അങ്ങനെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ തുടങ്ങിക്കളയാം. ആ ഡിപ്പാർട്ട്മെന്റ് മേൽനോട്ടം ഓരോ ദിശകളിലുമുള്ള, ഓരോ വകുപ്പുകളിലുമുള്ള എഫിഷ്യൻസി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എത്ര നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. അത്തരം ഒരു എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കേരളത്തിൽ വരുവാണെങ്കിൽ നമ്മുടെ ഫിസ്ക്കൽ ക്രൈസിസ് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഇവിടെ വരുമാനം ഇല്ലാത്തത് കൊണ്ടല്ല പിന്നെ ഇങ്ങനെയുള്ള ധനപ്രതിസന്ധി ഉടലെടുക്കുന്നത്. ആ വരുമാനം എങ്ങനെ സമാഹരിക്കണം, അത് എങ്ങനെ കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കണം, ഈ 2 കാര്യങ്ങൾ അറിയാത്ത കാര്യം കൊണ്ടാണ് ഇവിടെ ധനപ്രതിസന്ധി ഓരോ ദിവസവും രൂക്ഷമായിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഓവർകം ചെയ്യും. അങ്ങനെയൊന്നും ഇല്ലാതെ അവരുടെ ഈ 28 ട്രില്യൺ ഇക്കോണമിയെ അതിനേക്കാൾ ഉയർന്ന ട്രില്യൻസിലേക്ക് കൊണ്ടുപോവുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടെയാണ് ഈ കാര്യക്ഷമതയ്ക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ അതിന്റെ ചുമതല കൊടുത്തിരിക്കുന്നതാണെങ്കിൽ എലോൺ മസ്കിന്. അപ്പൊ മസ്ക് അതനുസരിച്ച് പ്രവർത്തിക്കും. മസ്ക് ടെക്നോളജിയിൽ വലിയ വിശ്വാസവും വലിയ താല്പര്യവും ഉള്ളയാളാണ്.
അതുകൊണ്ട് തന്നെ ടെക്നോളജിയെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ വകുപ്പുകളും എങ്ങനെ സാങ്കേതിക മികവിലൂടെ വളർത്തിക്കൊണ്ടുവരാം എന്നുള്ളതായിരിക്കും എലോൺ മസ്ക് ശ്രദ്ധയോടെ നോക്കുക. അങ്ങനെ വരുമ്പോഴും എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നെ എങ്ങനെയാ നമ്മൾ സ്വർണത്തിന്റെ വിലയെ പറ്റി പറഞ്ഞു, ഓഹരി വിപണിയിൽ എങ്ങനെയായിരിക്കും എന്നും പറഞ്ഞു. ഇനി വേറെ വളരെ പ്രധാനമായിട്ടും ലോക വിപണിയെയും ലോക വ്യാപാരത്തെയും ഒക്കെ സ്വാധീനിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷെയിൽ വാതക ഉത്ഖനനം വഴിയായിട്ട് സ്വന്തം കാലിൽ, എണ്ണ ഉൽപാദനത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ട്രംപ് ശ്രമിക്കും. അങ്ങനെ ട്രംപ് ശ്രമിക്കുമ്പോഴത്തേക്കും ആഗോള വിപണിയിൽ എണ്ണ ഉൽപാദനം വർദ്ധിക്കും. എണ്ണ ഉൽപാദനം വർദ്ധിക്കുമ്പോൾ ആഗോള വിപണിയിൽ എണ്ണയുടെ വില കുറയും. അങ്ങനെ കുറയുമ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക്, അതായത് നമ്മൾ ഇപ്പോഴും 80% അതിലധികമോ എണ്ണ ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ട്രംപിന്റെ വരവ് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. എങ്ങനെ ഗുണം ചെയ്യും? എണ്ണ ഉൽപാദനം അമേരിക്ക സ്വയം പര്യാപ്തതയിലേക്ക് എത്തത്തക്ക രീതിയിൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ ആഗോളതലത്തിൽ എണ്ണയുടെ വില കുറയും. അത് ചിലപ്പോൾ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോ അറേബ്യൻ കൺട്രീസ്, പ്രത്യേകിച്ച് സൗദി അറേബ്യ, അതുപോലെ റഷ്യ, ഇവരൊക്കെയാണ് വലിയ എണ്ണ ഉൽപാദകർ. ആ എണ്ണ ഉൽപാദകരുടെ എണ്ണയുടെ വില കുറയാൻ, ഡിമാൻഡ് കുറയുന്നു. അമേരിക്ക സ്വയം പര്യാപ്തമാകുമ്പോഴേക്കും ഡിമാൻഡ് കുറയും. നാച്ചുറലി അവരുടെ എണ്ണയുടെ വില താഴേക്ക് വരും. അപ്പൊ അത് ആഗോളതലത്തിൽ ഒരു ചില രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇട വന്നേക്കും. പക്ഷേ വില കുറയും എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം കോവിഡിന് ശേഷം നാളിതുവരെ വിലക്കയറ്റത്തിന്റെ തടവിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റുകൾക്കോ കഴിഞ്ഞിട്ടില്ല. ഇപ്പോ തന്നെ വിപണിയിൽ 1 കിലോ പച്ചമാങ്ങയ്ക്ക് 150 രൂപ കൊടുത്ത് ഇന്നലെ ഞാൻ വാങ്ങിച്ചു. അത് ഞാൻ വാങ്ങിച്ചത് കൊണ്ടാണ് പറയുന്നത്. 1 കിലോ പച്ചമാങ്ങയ്ക്ക് 150 രൂപ എന്ന് പറയുമ്പോൾ എത്ര ഉയർന്ന വില കയറ്റമാണ് കേരളം ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭക്ഷ്യമേഖലയിലാണ് ഇന്ത്യ മുഴുവനും വിലക്കയറ്റം. അപ്പൊ ഈ ഭക്ഷ്യ മേഖലയിലെ വിലക്കയറ്റത്തിന് ഒരു കുറവുണ്ടാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എണ്ണവില താഴേക്ക് വരണം. ഇപ്പൊ $80 മുകളിലാണ്, $80-81. അത് താഴേക്ക് ഒരു $50-55 വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആഗോളതലത്തിൽ തന്നെ വില കയറ്റം കുറഞ്ഞ് വരും. നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിക്കൊക്കെ ആശ്വാസകരമായ രീതിയിൽ ഉപഭോക്തൃ വില നിലവാരം 4% എത്തും. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഒരു പക്ഷേ ട്രംപിന്റെ വരവ് മൂലം എണ്ണ ഉൽപാദനത്തിൽ അമേരിക്ക എങ്ങനെ വിജയിക്കുന്നുവോ അതിനനുസരിച്ച് എണ്ണയുടെ വില ആഗോളതലത്തിൽ കുറയുകയും നമ്മുടെ എല്ലാവരുടെയും ഉപഭോക്തൃ വില നിലവാരത്തിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുമെന്ന് പ്രത്യാശിക്കാം. അങ്ങനെ പക്ഷേ ട്രംപിനെ പറ്റി നമ്മൾ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വിശ്വസിക്കത്തക്ക രീതിയിലുള്ള സ്ഥിരതയോടുകൂടിയ രാഷ്ട്രീയ നയതന്ത്രജ്ഞത കൊണ്ടുപോകുന്ന വ്യക്തിയല്ല ട്രംപ്. ട്രംപിന് പല താല്പര്യങ്ങളും ഉണ്ടാകും. ആ താല്പര്യങ്ങൾക്കനുസരിച്ച് രാജ്യങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ഒക്കെ മാറ്റം വരാം. ആ മാറ്റങ്ങൾക്കനുസരിച്ച് തന്നെ ആഗോളതലത്തിലും ചില പ്രകമ്പനങ്ങൾ ഉണ്ടായിക്കൂടാ എന്നില്ല. അതുകൊണ്ട് ട്രംപിന്റെ നാളുകൾ ഒരു പക്ഷേ ബൈഡന്റെ നാളുകളേക്കാൾ കൂടുതൽ അലയൊലികൾ വർദ്ധിക്കുന്ന കാലമായിരിക്കും എന്ന് വേണം കരുതാൻ.